ഇത് ഇടവ സ്വദേശിയായ വിഷ്ണു രാവിലെ വെൽഡിംഗ് ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. നിങ്ങൾ ഒരുമിച്ച് വേറെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട്, മദ്യപാനം, അതിനൊക്കെ തർക്കം വേറെ ഒന്നുമില്ല. വർക്കലയ്ക്കടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ചെവി അടിച്ച് പൊട്ടിക്കുന്നു. കൈ, മുതുക്, ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. കാലിൽ വെട്ടുന്നു. അങ്ങനെ മാരകമായി അടിച്ച് പരിക്കേൽപ്പിപ്പോൾ പണിയുണ്ട്. ഞാൻ വിചാരിച്ചു ഇവനും പണി അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്കും അവൻ്റെ വണ്ടി കയറിട്ടു. എൻ്റെ CCTV ദൃശ്യമുണ്ട്. ഞാൻ രാവിലെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയായിട്ടാണ് പറയുന്നത്. അതിനുശേഷം പുള്ളി ഒരു കാറിനകത്ത് കയറ്റി കൊണ്ടുപോയെന്ന് പറയുന്നത്. എത്ര പേരുണ്ടായിരുന്നു? അവരെത്ര പേരുണ്ടായിരുന്നു? 5 പേര്. അവരൊക്കെ എല്ലാവരും അറിയാം. ഒരാളെ അറിയുന്നില്ല. എപ്പോഴാണ് ഓടി രക്ഷപ്പെട്ടത്? സ്ഥലമൊക്കെ അറിയാവുന്നത്. പോലീസ് ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നാട്ടിലിങ്ങനെ തട്ടിക്കൊണ്ടുപോകലും ബന്ദിയാക്കി മർദ്ദനവും മോചനദ്രവ്യം ആവശ്യപ്പെടലും ഒക്കെ അങ്ങ് മലപ്പുറത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും നടക്കും. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം. ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ചെറുപ്പക്കാരൻ, 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വിഷ്ണുരാജ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ സഹോദരിയുടെ കൂടെയാണ് താമസിക്കുന്നത്. വിഷ്ണുരാജിനെ മർദ്ദിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അയാളുടെ ദേഹം മുഴുവൻ അടിച്ച്, കമ്പിപ്പാരയ്ക്കൊക്കെ അടിച്ച് തകർത്ത്, കാലിൽ വെട്ട്, പിന്നെ ചെവിയിൽ നിന്ന് ചോര വരുന്നു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. സംസാരിക്കുമ്പോൾ ചോര പുറത്തേക്ക് വരുന്നു. ഞാൻ ഡോക്ടറെയും പോയി കണ്ടിരുന്നു. വർക്കല താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ടിരുന്നു. അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും അദ്ദേഹത്തിൻ്റെ അമ്മാവനെയും അദ്ദേഹത്തെയും കണ്ട് അഭിമുഖം തയ്യാറാക്കിയതും വാർത്ത വിസ്മയക്കാർ കാണിച്ചതും. അത് ആ വിഷ്വൽസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ സംഭവം? വിഷ്ണുവിനും അറിയില്ല കാര്യം എന്താണെന്ന്, പോലീസിനും അറിയില്ല. എന്തോ ഉടായിപ്പുണ്ട്. പക്ഷേ വാർഡ് മെമ്പറെ ഞങ്ങൾ കണ്ടിരുന്നു. സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു വാർഡ് മെമ്പർ, വർക്കല നഗരസഭയിലെ വാർഡ് മെമ്പറിനെ കണ്ടു. വാർഡ് മെമ്പർ പറഞ്ഞു, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന്, ഈ പ്രതികളെന്ന് പറയുന്ന ആളുകളും ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും കരുതിയൊന്നിരിക്കുക, അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും, എന്തെങ്കിലും കഥ ഉണ്ടാകണമല്ലോ, എന്തെങ്കിലും പെണ്ണ് കേസെങ്കിലും ഇതിനകത്ത് ഉണ്ടാകും എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുപോയി. പക്ഷേ ഞങ്ങൾ ഈ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇതിൽ ഗിരീഷ്, 1-ാം പ്രതി ഗിരീഷ്, അനീഷ്, സുബീഷ്, ഈ 3 ഇഷുമാരാണ് പ്രതി. വർക്കല ഈ അയിരൂർ സ്റ്റേഷനിലെ കേസിലെ 3 പ്രതികളാണ് ഗിരീഷ്, സുബീഷ്, അനീഷ്, 3 ഇഷുമാർ. ഈ 3 ഇഷുമാരിൽ ഗിരീഷാണ് ഇവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. അപ്പോൾ ഗിരീഷിനെ കുറിച്ച് ഞാൻ വിഷ്ണുവിനോടൊന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണു പറഞ്ഞത് ഗിരീഷിൻ്റെ കൈ മുഴുവൻ മറ്റേ ഇഞ്ചക്ഷൻ എടുത്ത സിറിഞ്ച് കുത്തിയതിൻ്റെ പാടുകളാണ്. കഞ്ചാവാണ്. കഞ്ചാവും ലഹരിക്ക് അടിമയുമാണ്. അപ്പോൾ ഗിരീഷും സുബീഷും അനീഷും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. വിഷ്ണുവിനെ ഒന്ന് സ്കെച്ച് ചെയ്യുന്നു. സ്കെച്ച് ചെയ്തിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. പരവൂരുള്ള വേറൊരു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദീപക് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. വെൽഡിംഗ് ആണ് പണി. വെൽഡിംഗ് മെക്കാനിക്കാണ് ഈ വിഷ്ണുരാജും ഗിരീഷും ഒക്കെ. അങ്ങനെ വെൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഗിരീഷും അനീഷും ചേർന്ന് വിഷ്ണുവിനെ ബൈക്കിൽ കയറ്റി ആണ് പരവൂർ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ പോകുമ്പോൾ പണിയില്ല, ആദ്യം പറഞ്ഞിടത്ത് പണിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഈ വിഷ്ണു സ്വന്തം സഹോദരിയെ വിളിച്ച് പറയുന്നു. അതിരാവിലെയാണ് പോകുന്നത്. 8:30-9 മണിയോടുകൂടി സഹോദരിയെ വിഷ്ണു വിളിച്ച് പറയുകയും ചെയ്തു, ചേച്ചി ഇന്ന് ജോലിയില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അതുവരെ കുഴപ്പമില്ല. അതിനുശേഷമാണ് ട്വിസ്റ്റ്. അതിനുശേഷം ഇവർ ഒരുമിച്ച് മദ്യപിക്കാൻ പോയിട്ട് ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് വഴക്കാകുമ്പോൾ വിഷ്ണുവിനെ തട്ടിക്കൊണ്ട് വേറെ സ്ഥലത്ത് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ മർദ്ദനം മുഴുവൻ നടന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ചില പത്രങ്ങൾ മാറി എഴുതിയിട്ടുണ്ട് വിശേഷങ്ങളെങ്കിലും വിഷ്ണു പറഞ്ഞതിൽ നിന്നും അയാളുടെ പെങ്ങൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പണി നടക്കുന്ന സ്ഥലത്ത് പോയി പണിയില്ല എന്ന് പറഞ്ഞു. അത് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഇവർ ഒന്ന് കൂടിയപ്പോൾ തർക്കമായപ്പോഴാണ് അടിയായത്. തർക്കമായ കാരണമാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ 3 പേരിൽ ഒരാളുടെ, അനീഷ്, സുബീഷ്, ഗിരീഷ്, ഇതിൽ ആരുടെയാണെന്ന് പോലീസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് ഡിസ്ക്ലോസ് ചെയ്താലും അത് പറയുന്നതും അത്രയൊരു പന്തിയുള്ള ചന്തമുള്ള കാര്യമല്ല. അതൊരു ചന്ത ഏർപ്പാടാണ് ചില കാര്യങ്ങൾ പരസ്യമായി പറയുക. അതായത് ന ബ്രൂവതേ സത്യം അപ്രിയാത് എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതായത് അപ്രിയ സത്യങ്ങൾ പറയരുത്. അതുകൊണ്ട് പോലീസ് പറഞ്ഞാലും ഞാനത് പറയില്ല നിങ്ങളുടെ അടുത്ത്. എങ്കിലും കഥ പറയാം. ഈ 3 പേരിൽ ഒരാളുടെ ഭാര്യയുമായി വിഷ്ണുരാജിന് ഇല്ലീഗൽ കണക്ഷൻ, അവിഹിത ബന്ധമുണ്ടെന്നുള്ള സംശയം. അതാണ് ഈ പ്രശ്നം. വിഷ്ണുരാജിന് ഈ ഗിരീഷോ, അനീഷോ, സുബീഷോ, അപ്പോൾ ഈ 3 പേരുടെയും ഭാര്യമാർ പ്രശ്നക്കാരാണെന്നില്ല. ഇതിൽ ഒരാളുടെ ഭാര്യയുമായി വിഷ്ണുരാജിന് എന്തോ അവിഹിതമുണ്ട്, ഇല്ലീഗൽ കണക്ഷനുണ്ട്. അത് ചോദിക്കാനാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഇനിമേലിൽ അത് ആവർത്തിക്കരുത് എന്ന് താക്കീത് ചെയ്ത്, അതുകൊണ്ടാണ് നിന്റെ ജീവൻ തിരിച്ചു നൽകുന്നതെന്ന് പറഞ്ഞാണ് അടി കൊടുത്ത് ഇയാളെ ഓടിച്ചത്. മാത്രമല്ല മൊബൈൽ ഫോണും 2800 രൂപയും ഈ
അവർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. അവരെ പിറ്റേ ദിവസം തന്നെ, അത് കഴിഞ്ഞ ദിവസമാണല്ലോ നടന്നത്, ഉടനെ തന്നെ പോലീസ് അവന്മാരെ 3 പേരെയും നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തു പിടിച്ചു. ഗിരീഷിനെതിരെ ചില പെറ്റി കേസുകൾ മുമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇൻബോൺ ക്രിമിനലാണോ എന്ന് ചോദിച്ചാൽ ക്രിമിനലാണ്, പക്ഷേ പെറ്റി കേസുകൾ മാത്രമേ പ്രതിയായിട്ടുള്ളൂ. ഇത് ആദ്യത്തെ സംഭവമാണ്, തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി മർദ്ദിക്കുക എന്നത്. ഏതായാലും വിഷ്ണുരാജ് ഇപ്പോഴും ചികിത്സയിലാണ്. വിഷ്ണുരാജ് യുവമാരുടെ ആരുടെ ഭാര്യയുമായിട്ടാണ് ഇല്ലീഗൽ കണക്ഷൻ എന്നുള്ള കാര്യം ആണ് പോലീസ് വ്യക്തമാക്കാത്തത്. വ്യക്തമാക്കിയാലും ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇതായിരുന്നു സംഭവം. പിന്നെ ഗിരീഷിനെതിരെയുള്ള മയക്കുമരുന്നിൻ്റെ ആരോപണങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.